എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ വളരെ ഈസിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു കൈപ്പത്തിരി, നമ്മളുടെ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കൈപ്പത്തിരിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ഈ ബീഫിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള നാടൻ കൈപ്പത്തിരിൻ്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഈ കൈപ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ബോയിൽ ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നോർമൽ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സെയിം സ്റ്റെപ്പ് തന്നെയാണ്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതൊരു 5-6 എണ്ണം എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് അല്പം പെരുംജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഫിഷ് അല്ലാത്തവർ അതിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് നമ്മളുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് പാകത്തിന് നമ്മൾ നോർമൽ പത്തിരിയൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ ചൂടുവെള്ളത്തിൽ വാട്ടിയെടുക്കുക. അപ്പോൾ വെള്ളത്തിന് കുറവ് വരികയാണെങ്കിൽ പിന്നെ നമുക്കത് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റി ഇങ്ങനെ വെച്ച് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരവിയതും കൂടി ഇട്ടാലാണ് ഇത് നമ്മളുടെ കൈപ്പത്തിരീൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതതിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു വേവ് പാകമായി. എല്ലാ പൊടികളിലും വേവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടോടെ തന്നെ കുഴച്ച് ഒരു മാവിൻ്റെ പരുവത്തിലാക്കി വെക്കണം. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നത് എൻ്റെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിത് നോർമലി ഉണ്ടാക്കിയിരുന്നത് എൻ്റെ ഉമ്മയുടെ ഉമ്മയാണ്. അപ്പോൾ മൂപ്പര് ഇപ്പം ഇല്ല, മരിച്ചു പോയി. അപ്പോൾ ഇത് ഞങ്ങൾ ആ ടേസ്റ്റും ആ ഒരു ഓർമ്മക്കും വേണ്ടിയിട്ട് പിന്നെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള പത്തിരിയുടെ പോലെ തന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നതിലാണ് പത്തിരിയുടെ ആ ഒരു ടേസ്റ്റും ഗുണം എല്ലാതും കൊടുക്കുന്ന ഒരു സോഫ്റ്റ്നെസ്സൊക്കെ. അപ്പോൾ നമ്മളുടെ മാവ് ഇവിടെ കുഴച്ചിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുഴക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് മാവ് എടുത്തിട്ട് കുഴക്കാനായിട്ട് നോക്കുക. നെക്സ്റ്റ് നമ്മളുടെ മാവിനെ നമ്മൾ ഒന്നുകിൽ മൂടി വെച്ച് കൊടുക്കുക, ഒരു മൂടി വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് 15 മിനിറ്റോളം ഇതുപോലെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് മാവിനെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് പേപ്പർ യൂസ് ചെയ്തിട്ട്, ഷീറ്റ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ മാവ് വെച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോൽ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇതിന് വേണ്ടിയിട്ട്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൈ കുറച്ച് വെള്ളത്തിൽ നിന്ന് നനച്ചെടുക്കുക. ദെൻ നടുവിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് എല്ലാ ഭാഗത്തോട്ടും അതിനൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു മിനിമം സൈസ് ആകുമ്പോൾ നമ്മൾ നിർത്തുന്നു. അപ്പോൾ നമ്മൾ നോർമൽ പത്തിരിനേക്കാളും നല്ല വലുപ്പം ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല കട്ടി ഉണ്ടാവും ഈ ഒരു പത്തിരി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ തേങ്ങ ഉള്ളിയൊക്കെ ഇട്ട കാരണം, ജീരകമൊക്കെ ഇട്ട കാരണം ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കൈ എപ്പോഴും നനച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പരത്തി കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇത് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, അത് ഞാനിപ്പോൾ കാട്ടിത്തരാം. അപ്പോൾ നമ്മളുടെ നോർമൽ സൈസുള്ള ഒരു പത്തിരി ഒരു 6-7 എണ്ണം തിന്നുന്നതിന് പകരം നമുക്ക് ഇത് ഒരെണ്ണം തിന്നാൽ മതിയാവും. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. കാരണം നമ്മൾ ഒരു 20-25 പത്തിരി ഉണ്ടാക്കുന്നതിന് പകരം ഒരു 10 എണ്ണം ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പത്തിരി കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വലുതാക്കി എടുത്തത് തയ്യാറായിട്ടുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് എങ്ങനെയാണ് പരത്തിയെടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു മൂടി യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഞാനിവിടെ നിഡോൻ്റെ ടിന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മൂടി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കവറിൽ ഓയിൽ തേച്ച പോലെ ഇതിൽ ഓയിൽ തേച്ച് പിടിപ്പിക്കുക. നെക്സ്റ്റ് നമ്മൾ ആ മാവ് എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു മൂടിയുടെ സൈസിൽ നമ്മൾ ഈ മാവിനെ വെള്ളത്തിൽ ഇതുപോലെ നനച്ചിട്ട് വലുതാക്കി എടുത്തിട്ട് കറക്റ്റ് ആ ഒരു മൂടിയുടെ സൈസിൽ ആക്കിയെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ പത്തിരിയും ഒരേ സൈസിൽ കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എല്ലാതും സെയിം ആയിരിക്കും, നല്ല കട്ടിയൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ നമ്മളുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് നേരത്തെ കാട്ടിയ രീതിയാണ്. അപ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ ലുക്ക് കിട്ടണമെങ്കിൽ മറ്റേ രീതിയിലും ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. എന്താ പറയുക, നല്ല ഭംഗിയിൽ വൃത്തിയിൽ നമുക്ക് കൈപ്പത്തിരി ഈസി ആയിട്ട് തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ചെയ്താലും മതിയാവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പത്തിരിയും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് നെക്സ്റ്റ് എങ്ങനെ ചുട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചുടാനായിട്ട് ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ വേഗം ചുട്ടെടുക്കാം. അല്ലെങ്കിൽ നോർമലി ഇത് നമ്മൾ ഓട്ടുപാത്രം ഉണ്ടല്ലോ, അങ്ങനത്തെ പാത്രങ്ങളിൽ ചട്ടികളിലാണ് ചുട്ടെടുക്കാറ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു മണം, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും വരാറുണ്ട്. അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ടൈം ഇട്ടതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ദെൻ ഇതിന് മുകളിലൊക്കെ ഒരു പ്രത്യേക കളർ വരും, അതുവരെ നമ്മൾ 2 സൈഡ് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. കാരണം നല്ല തിക്കായിട്ടുള്ള കാരണം നമ്മൾ കുറേ അധികം ടൈം, ഒരു മിനിമം ഒരു 5 to 10 മിനിറ്റ്സ് നമ്മളിത് ഓരോ പത്തിരിയും ഇങ്ങനെ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ മലബാർ സ്പെഷ്യൽ കേരള ട്രഡീഷണൽ കൈപ്പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ബീഫ് റോസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൽ കുതിർത്തിയിട്ട് വേണം കഴിക്കാൻ, അതാണ് അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടതിന് താങ്ക് യു.